ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. ഒരു 4:45 പുറത്ത് നോക്കിയപ്പോഴാണ് വേറെ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും നേരത്തെയൊക്കെ എണീക്കുന്നത് ഈ 2-3 ദിവസങ്ങളിലായിട്ടാണ്. രാവിലെ തന്നെ ബ്രഷ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു രാവിലെ എണീറ്റിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തൊരു ഡേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സ്കിൻ കെയറിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സെറ്റഫിലിൻ്റെ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുന്നു. നല്ലൊരു ക്ലെൻസറാണ്. സ്കിൻ അധികം ഡ്രൈ ആക്കാണ്ട് തന്നെ ഒരു ക്ലെൻസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. രാവിലത്തെ സ്കിൻ കെയർ സിമ്പിളാണ്. 3 പ്രോഡക്റ്റ്സ് മാത്രമേ അധികമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ ലിപ് ബാമായിട്ട് വാസ്ലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടുത്തെ വെള്ളം കുറച്ച് ഹാർഡ് വാട്ടറാണ്. അതുകൊണ്ട് ഹെയർ നല്ലപോലെ ഫ്രീസി ആവാറുണ്ട്. അതുകൊണ്ട് ഒരു ഹെയർ സെറം എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യും. അതേപോലെ രാവിലെയും യൂസ് ചെയ്യാറുണ്ട്. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടു ഡു ലിസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടു ഡു ലിസ്റ്റ് ചെയ്ത് അതിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഈവനിങ് ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്ത് അത് ടിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. ആ ഡേയിൽ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ടു ഡു ലിസ്റ്റ് റെഡിയാക്കും. അതേപോലെ കുറച്ച് അഫർമേഷൻസൊക്കെ എഴുതി അത് പ്രാക്ടീസ് ചെയ്യാറുമുണ്ട്. യൂസ് ചെയ്യുന്ന ഈ ക്യാൻഡിൽ ഒരു റോസ് വാട്ടറിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുള്ളൊരു ക്യാൻഡിലാണ്. നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട് അത് കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ. ഇപ്പം അത്യാവശ്യം പുറത്ത് വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. ഒരു 6-6:30 ആയെന്ന് തോന്നുന്നു സമയം ഏകദേശം. സ്കിൻ കെയറും കുറച്ച് നേരം ഇരിക്കലൊക്കെ ആയിട്ട് കുറേ ടൈം പോയി. അടുത്തതായിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലപോലെ നമ്മളെ മൈൻഡിനെ സ്ട്രെസ് റിലീഫ് ചെയ്യാനോ അതേപോലെ തന്നെ കുറച്ചൊന്ന് രാവിലെ തന്നെ ഭയങ്കര ഹറിബറി ആവാണ്ട് നമ്മളൊന്ന് സ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ പുതിയ റൂട്ടീൻ കാര്യങ്ങളൊക്കെ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.